ഹലോ. അപ്പോഴേ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ചേർക്കുമല്ലേ? പക്ഷെ ഉഴുന്ന് ചേർക്കാതെയും അതേപോലെ തന്നെ ഈസ്റ്റോ സോഡാപ്പൊടിയോ പിന്നെ ഈനോ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ചേർക്കാതെ തന്നെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? എനിക്ക് ഈ ദോശ ഉണ്ടാക്കണത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഉഴുന്നില്ലാതെ എങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് 1.5 ഗ്ലാസ് അരി വെള്ളത്തിലിടാൻ നിന്നപ്പോഴേക്കും കറണ്ട് പോയിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ അരി വെള്ളത്തിലിടുമ്പോൾ കറണ്ടിൻ്റെ ആവശ്യമില്ലല്ലോ, കുതിർന്ന് അരക്കാനായിട്ടല്ലേ കറണ്ടെന്ന് ഓർത്ത് ഞാനത് കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടയിലെ ഉച്ചയൂണിൻ്റെ തിരക്കും അതേപോലെ ഒതുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 6 മണിയായി. അപ്പം ഞാനോർത്ത് എന്നാൽ ഇതൊന്ന് അരച്ച് വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാനിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പം നമ്മൾ ഈ കുതിരാനായിട്ട് ഇട്ട വെള്ളൂലേ, അതാണ് നമ്മൾ അരക്കാനായിട്ടും വേണ്ടി എടുക്കണത്. ഞാൻ ഈ ഒരു ദോശ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. ഇത് ശരിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറഞ്ഞ അരി തന്നെ കുതിരാനായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരക്കുമ്പോഴേ ഒരു നേരിയ തരി വേണം കേട്ടോ, നല്ല ഫൈനായിട്ട് അരഞ്ഞു പോകണ്ട. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പണ്ടൊക്കെ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള പരിപാടിയില്ല, അതേപോലെ ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഈ പണ്ടത്തെ കാരണന്മാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് അരി എടുക്കും, പിന്നെ ചോറുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കും. കൂടുതലായിട്ട് അവരൊക്കെ അമ്മിയിലിട്ടൊക്കെയുണ്ട് അരച്ചെടുക്കണം, മിക്സിയും ഇല്ലല്ലോ. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ടാണ് അവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് പെട്ടെന്ന് നമുക്കിത് പതഞ്ഞ പോലെ പൊന്തിക്കിട്ടുള്ളൂ. പെട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. പണ്ടത്തെ പോലെ എന്നല്ല. പണ്ടത്തൊക്കെ കാരണന്മാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാവൊക്കെ അരച്ചതിന് ശേഷം അടപ്പിൻ്റെ ചോട്ടിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു നേരെ ചൂടൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ തന്നെ പതഞ്ഞു വന്നു. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ പലപ്പോഴും പലതായിട്ട് മാറിക്കൊണ്ടിരിക്കണല്ലേ. അപ്പം ഈ ഒരു മാവൊക്കെ പൊന്തി വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. ഇതിപ്പം ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത്രയും പതഞ്ഞ് പൊന്തി വന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പീഡിന് മിക്സ് ചെയ്തിട്ടാ, സാധാ പയ്യനെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബബിൾസൊക്കെ പൊട്ടിപ്പോകുമെന്ന് പറയണം. അപ്പോൾ അതേ ഞാനൊന്ന് പയ്യനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ, കാരണം ഉഴുന്നില്ലാതെ അരച്ചതുകൊണ്ട് ദോശയുടെ വല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയാനായിട്ട്. അപ്പോൾ നോക്കുമ്പോഴെന്താണ് ആ ഒരു ദോശയുടെ ആ ഒരു ചെറിയൊരു പുളിയില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു മാവ്. ഇനി ദോശ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഞാൻ ദേ ദോശ ചൂടാണ് വേണ്ട. ആദ്യം തന്നെ ഞാൻ തട്ട് ദോശയാണ് ചുട്ട് നോക്കണത്, എങ്ങനെയായി തീരുമെന്ന് നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടു കേട്ടെ, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല. നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ട് നല്ല സാധാരണ ഒരു തട്ട് ദോശ പോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണയൊക്കെ അതിലേക്ക് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പാനൊക്കെ കണ്ടിട്ട് ആരും ബാഡ് കമൻ്റായിട്ട് വരാൻ നിൽക്കണ്ട, വേറെ ഒന്നുമല്ല. പാന് ഉള്ളത് വീട്ടിലിരിക്കണേണ്. വീട്ടിൽ പോയി എടുക്കണമെങ്കിൽ നമുക്ക് നേരവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള പാൻ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ദോശ ഉണ്ടാക്കി നോക്കണത്. ഇന്ന് ഞാൻ വിചാരിച്ചേ ഒരു മസാല ദോശ പോലെ വലിയൊരു ദോശ ഉണ്ടാക്കി നോക്കട്ടെ, ശരിയാവുമെന്ന് അറിയില്ല. വല്ല അടുക്കി പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമോ നോക്കട്ടെ എന്നും പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. അപ്പം അതേ നോക്കിയപ്പോൾ അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇതിൻ്റെ ഇടയിലേ ഞാനൊരു ദോശ ചുട്ട് കഴിച്ച് നോക്കിയിട്ട്, കാരണം എന്താണെന്നറിയാം, ഇതിന് ദോശയുടെ തന്നെ ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉഴുന്നിന് നല്ല വിലയാണ്, 170 140 എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് 1 കിലോത്തിൻ്റെ വില. അപ്പോൾ ഈ പച്ചരിയാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ദോശ ഇതേപോലെ ഉണ്ടാക്കട്ടെ. ഉഴുന്ന് തന്നെ മേടിച്ച് ദോശ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ആഹാ, അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞിക്കെട്ട് പോലത്തെ ദോശ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇല്ലേടാ, വെറൈറ്റി റെസിപ്പികളൊക്കെ കാണണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് കയറി നോക്കട്ടെ. നല്ല ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്. ഇഷ്ടമായാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഒന്ന് കൊടുത്തേക്കട്ടാ. അതേപോലെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ഇട്ടേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെയും പറയണല്ലേ. അപ്പം നിർത്തണേ. ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു.